ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ റിമാൻഡിൽ. ഗൂഢാലോചനയിൽ സുധീഷ് കുമാറിനും പങ്കെന്നാണ് റിമാൻഡ് റിപ്പോർട്ട്. പത്തനംതിട്ട ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് 2 കേസുകളിലും അറസ്റ്റ് രേഖപ്പെടുത്തി. AV ജയശങ്കർ മുരാരി ബാബുവിന് ശേഷം ഉണ്ടാകുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട അറസ്റ്റാണ് എന്നാണ് ഈ റിമാൻഡിനെ പറയേണ്ടത്, അല്ലേ? ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീറിന് അത് കൃത്യമായൊരു പങ്കുണ്ടെന്നാണ് SITയുടെ ഈ റിമാൻഡ് റിപ്പോർട്ടിലൊക്കെ പറയുന്നത്. സുധീർ അറിഞ്ഞുകൊണ്ടാണ് ഈ ഇടപാടുകളെല്ലാം തന്നെ നടന്നിരിക്കുന്നത്. കൃത്യമായി അന്ന് വിജയ് മല്യ 1997-98 കാലഘട്ടങ്ങളിൽ ശബരിമലയിൽ സ്വർണ്ണ പൂശിയ പാളി തന്നെയാണ് നൽകിയത്. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും ഇതെല്ലാം തന്നെ അറിഞ്ഞിട്ടും ചെമ്പെന്ന് ബോധപൂർവം മഹസറിൽ ഇല്ലെങ്കിൽ രേഖകളിൽ എഴുതി നൽകിയെന്നാണ് SIT നൽകിയ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. സ്വർണ്ണപ്പാളികൾ സ്വർണം പൊതിഞ്ഞതായിരുന്നു എന്ന് സുധീഷ് കുമാറിന് അറിവുണ്ടായിരുന്നു. ഇത് ചെമ്പ് പാളി എന്ന് രേഖപ്പെടുത്തിയതിൽ ഗൂഢാലോചനയുണ്ടെന്ന് SIT പറയുന്നു. ഒപ്പം പാളികൾ അഴിച്ചു മാറ്റുമ്പോൾ ബന്ധപ്പെട്ട തിരുവാഭരണം കമ്മീഷണർ സാന്നിധ്യം ഉറപ്പാക്കില്ല. ഈ പാളികളുടെ ഈ പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വിട്ടു നൽകുന്ന ഘട്ടത്തിൽ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും ഉണ്ണികൃഷ്ണൻ പോറ്റി ഏറ്റുവാങ്ങിയെന്ന തലത്തിൽ ഈ രേഖകളിൽ എഴുതി. ഒപ്പം തന്നെ ഈ മഹസറിൽ വെറും ചെമ്പ് തകിടുകളെന്ന് ബോധപൂർവം രേഖപ്പെടുത്തി. അങ്ങനെ നീളുന്നു. നിരവധി ആക്ഷേപങ്ങൾ ഇദ്ദേഹത്തിനെതിരെ SITയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ നീളുന്നുണ്ട്. ഒപ്പം തന്നെ ഇദ്ദേഹം കുരുങ്ങാൻ മറ്റൊരു പ്രധാന കാരണം മുരാരി ബാബുവിൻ്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മൊഴിയാണ്. എല്ലാ കാര്യങ്ങളും ഇദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്നൊരു മൊഴി ഈ 2 പ്രതികളും നൽകിയിട്ടുണ്ട്. 1ാം പ്രതിയും 2ാം പ്രതിയും നൽകുന്നു. അപ്പോൾ സ്വാഭാവികമായും സുധീറിന് ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത സാഹചര്യം. കാരണം മുരാരി ബാബുവിനേക്കാൾ നിർണായകമായി രേഖകൾ തിരിമറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയതിൽ ഇദ്ദേഹത്തിന് പങ്കുണ്ട് എന്നാണ് SIT സംശയിക്കുന്നത്. നിർണായകമായ പദവി അന്ന് വഹിച്ചിരുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സുധീറിന് പങ്കുണ്ടെന്ന് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ SIT പറയുന്നത്. എന്തായാലും ഇന്ന് അദ്ദേഹത്തെ SIT സംഘം കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടില്ല. തിങ്കളാഴ്ച കസ്റ്റഡിയിൽ വാങ്ങാനാണ് നിലവിലെ ആലോചന. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 2ാമത്തെ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തി കസ്റ്റഡിയിൽ വാങ്ങാൻ SIT ആലോചിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുമിച്ചൊരു കസ്റ്റഡിയാണ് SIT പ്ലാൻ ചെയ്യുന്നത് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇന്നെന്തായാലും സുധീറിനെ 14 ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റും. SIT കോടതിയിൽ വെച്ചിരിക്കുന്ന ആക്ഷേപങ്ങൾ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ആശ്മി അത് അതീവ ഗുരുതരമാണ്. 1-2 പ്രതികൾക്കൊപ്പം തന്നെ നിൽക്കാവുന്ന അവരെക്കാൾ മുകളിലുള്ള കുറ്റങ്ങൾ ചെയ്ത തലത്തിലുള്ള റിമാൻഡ് റിപ്പോർട്ട് ഗൂഢാലോചന സമർപ്പിക്കുന്ന റിപ്പോർട്ടാണ് കോടതിയിൽ SIT നൽകിയിരിക്കുന്നത് ആശ്മി. യെസ്, എന്തായാലും എത്രത്തോളം ആസൂത്രിതമായിരുന്നു ആ കാട്ടുകൊള്ള, ഓർഗനൈസ് ലൂട്ട് എന്ന് പറയുന്നത് പോലെ ശബരിമലയിൽ കേട്ടുകളിവില്ലാത്ത ഇനി ആവർത്തിച്ചു കൂടാത്ത ഒരു കൊടുംകൊള്ളയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. കൂടുതൽ അറസ്റ്റ് ഉണ്ടാവുകയും ചെയ്യുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.